ഉറക്കമൊന്നും തീരെയില്ല അച്ഛന്. പിന്നെ ആരോട് സംസാരമില്ല. ഡിപ്രഷൻ പോലെ എന്താണെന്നുണ്ടോ? എത്ര ദിവസമായി വന്നിട്ട്? 3 ദിവസമായി. വന്നതിനേക്കാളും ഭേദമുണ്ട്. പക്ഷെ മൊത്തത്തിൽ അങ്ങോട്ട് ശരിയായി. മരുന്നൊക്കെ കഴിക്കുന്നുണ്ടോ? മരുന്നൊക്കെ നമ്മൾ നിർബന്ധിച്ച് കഴിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ അങ്ങ് തുപ്പിക്കളായി. കൂടെ ആരാ ഉള്ള? മോളാണെന്നൊന്ന് കൊണ്ടാക്കിയത്. ഇടയ്ക്ക് വരാമെന്ന് പറഞ്ഞാൽ പോയത്. പിന്നെ ഏരിയ കണ്ടിട്ടുന്നില്ല. അഡ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അമ്പിളി സിസ്റ്റർ, എന്നെ മനസ്സിലായോ? നമ്മളിവിടെ കുറേ നാള് ഒരുമിച്ച് ജോലി ചെയ്തതല്ലേ? രവി, ഒന്ന് ഓർമ്മിച്ച് നോക്കിയേ. നമ്മൾ ചായ കുടിക്കുന്നു, ഉച്ചയ്ക്ക് ഊണ് കഴിക്കുന്നൊക്കെ ഒരുമിച്ചല്ലായിരുന്നു? ചോറും കറിയൊക്കെ ഷെയർ ചെയ്യുന്നത് അതൊന്നും ഓർക്കുന്നില്ല? ഞാനും വിനോദും ഒരിക്കൽ അമ്പിളി സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. നമ്മൾ കുറേ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു വന്നു. ഓർമ്മയില്ലേ? സിസ്റ്റർ കരയല്ലേ? ഇല്ല, മാറും. അവസാനമായിട്ട് രവീന്ദ്രൻ പുഷ്പരാജനെ കാണുന്നത് എപ്പോഴാണ്? അവന് ടൗണിലൊരു കടമുറിക്ക് അഡ്വാൻസ് കൊടുക്കാൻ പൈസ തരാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് വാങ്ങിക്കാൻ വേണ്ടി വീട്ടിൽ വന്നിരുന്നു. അത് വാങ്ങിച്ചോണ്ട് പോയതാണ്. പിന്നെ കണ്ടില്ല. എത്ര രൂപ കൊടുത്തു? 5 ലക്ഷം. ഇയാളുടെ ബാങ്കിലുണ്ടായിരുന്നോ അതോ എവിടെയെങ്കിലും മറിച്ചു കൊടുത്താണോ? ഞാനൊരു വീട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഷിജമോക്കുള്ളതാണെന്ന് പണ്ടേ തീരുമാനിച്ചിട്ടുള്ളതാണ്. അത് വിറ്റ് പൈസ വേണമെന്ന് ഈ പുഷ്പരാജൻ എപ്പോഴും പറയുമായിരുന്നു. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെന്ന് വെച്ചു. ആ വസ്തു കച്ചവടമായ അഡ്വാൻസിൽ നിന്നാണ് അവന് പൈസ കൊടുത്തത്. അതെ, ഈ 5 ലക്ഷം രൂപ ചോദിക്കാൻ പുഷ്പരാജ് എന്നിവിടെ വന്നതിനെ പറ്റി അന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞില്ല ആശാനെ? അല്ല, അന്ന് ചോദിച്ചില്ല, പറഞ്ഞില്ല എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളിപ്പോൾ ചോദിക്കുന്ന കേട്ടാ ഞാൻ എന്തോ മനഃപൂർവ്വം അഭയപ്പെടുത്താൻ ശ്രമിച്ച പോലെ ഉണ്ടല്ലോ സാറേ. അല്ല, അങ്ങനെ സംശയിക്കാൻ കാരണമുണ്ട്. ഈ പുഷ്പരാജൻ്റെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ അവസാനം കാണിക്കുന്നത് ആശാൻ്റെ വീട്ടിലാണ്. പിന്നെ ഫോൺ സ്വിച്ച് ഓഫ്. പുഷ്പരാജൻ വീട്ടിൽ വന്ന് ഫോൺ മറന്നു വെച്ചിട്ടാണ് അന്ന് പോയത്. ഞാനാണ് ഫോൺ പിറ്റേന്ന് മോളുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്. രവീന്ദ്രൻ വിഷമിക്കണ്ട, നമുക്ക് കണ്ടുപിടിക്കാം. ശരി സാർ. രവീന്ദ്രൻ എന്താ തോന്നുന്നത്? എനിക്ക് എന്തിനു തോന്നിട്ട് എന്താ സാറേ? അവൻ പൈസ ആയിട്ട് മുങ്ങി. ഇനിയിപ്പോൾ തീരുമ്പോൾ പൊങ്ങും. പോയിക്കോളൂ. ഓ ശരി സാറേ. സാറേ, ഇവനെ ശരിക്കൊന്ന് ചോദ്യം ചെയ്യണ്ട സാറേ. ഇയാൾക്ക് പുഷ്പരാജ് തിരിച്ച് വരണ്ട എന്നൊരു മൂഡാണ് അന്ന് സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ഫോണിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല. ഈ പുഷ്പരാജ് ഇയാളുടെ പോയതിന് ശേഷമാണ് മൂപ്പറെ കാണണ്ടേ. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്തോ ദുരൂഹത ഇല്ല സാർ? എടോ, ഇയാൾ അതും ഇതും പറയാതെ മര്യാദയ്ക്ക് അന്വേഷണം നടത്താൻ നോക്ക്. അന്വേഷിക്കാൻ പറയുമ്പോൾ ഫോണിൻ്റെ ടവർ ലൊക്കേഷൻ പിടിച്ചോണ്ട് വന്നോളൂ. അല്ല സാറേ, അയാളുടെ കൂട്ടുകാരൊക്കെ ഒന്ന് നോക്കാദ്യം. പിന്നെ അയാൾ ജോലി ചെയ്ത സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. അല്ല, നമ്മളെ ആ ബ്രോക്കർ മോഹനോട് ചോദിച്ച സമയത്ത് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഭാഗത്ത് അങ്ങനെ ഒരു സ്ഥലവും വീടും കച്ചവടം ചെയ്തിട്ടില്ല എന്നാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വേറെ ഏത് വീടാ സാറേ ഈ ഭാഗത്ത്? എന്നാൽ അത് തനിക്ക് ബാധ തുറന്ന് അയാളോട് തന്നെ നേരിട്ട് ചോദിച്ചിടായിരുന്നോ? ഈ നാട്ടിൽ ബ്രോക്കറായിട്ട് മോഹനം മാത്രമേ ഉള്ളൂ? വേറെ ഏതെങ്കിലും ബ്രോക്കർ വഴിയായിരിക്കും സ്ഥലം കച്ചവടമാക്കിയിട്ടുള്ളത്. അല്ല സാറേ, എന്ന് മാത്രമല്ല, അയാളുടെ ബാങ്കിൽ നിന്ന് ക്യാഷ് എത്രയാണ് വിത്ഡ്രോ ചെയ്തതെന്നുള്ളത് ആദ്യം നോക്കുക. ഇത് ബാങ്കിൽ നിന്നല്ല, അത് ഇത്രയും ക്യാഷ് അയാൾക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുഷ്പരാജ് എന്ന് പറയുന്നത് ജോലിയിലും ബിസിനസ്സിലൊന്നും വലിയ താല്പര്യമില്ലാത്ത ആളാണ്. നേരത്തെ ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ടുണ്ടെന്ന് അയാളുടെ ഭാര്യ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ. അയാൾ രവിയാശൻ്റെ കിട്ടാവുന്ന കാശ് മുഴുവൻ വാങ്ങിച്ചിട്ട് ബ്രോക്കറിൻ്റെ കണ്ണും വെട്ടിച്ച് നാട് വിട്ടിട്ടുണ്ടാവും. അത്രയാണ് നടന്നിട്ടുള്ളത്. സാറേ, എൻ്റെ ഒരു സംശയം എന്ന് വെച്ചാൽ ഈ രവിയാണോ പുഷ്പരാജനെ കൊന്നതെന്നുള്ളതാണ്. എടോ, സ്വന്തം മോളുടെ ഭർത്താവിന് എന്തിന് അയാൾ അപായപ്പെടുത്തണം എന്നൂടെ പറ. ഒരു കുറ്റം ചെയ്യാൻ ഒരു മോട്ടീവ് വേണ്ടേ? നിന്നോടല്ലാതെ വേറെ ആരോടാ അവള് സങ്കടം പറയേണ്ടത്? കാശ് എന്ന് പറഞ്ഞിട്ട് ഇത് ചെക്കാണോ? ഇത് വാങ്ങിക്കൊണ്ട് കൊടുത്താൽ കാശ് കിട്ടൂലേ? ചെക്കെങ്കിൽ ചെക്ക്. 5 ലക്ഷം രൂപ. പുഷ്പരാജ,
ഈ 5 ലക്ഷം രൂപ നിന്റെ അണ്ണാക്കിലോട്ട് തള്ളിത്തരാനാണോടാ ഇങ്ങോട്ട് വിളിച്ചത് നീ കരുതിയത്? വിളിച്ചു വരുത്തിട്ട് ഒരു മാതിരി നിന്റെ കൊച്ചിനെ മേലെ കൈവെക്കൊല്ലടാ. നീ എന്റെ കൊച്ചിനെ തല്ലുവല്ലടാ. നിന്റെ കൊച്ചിനെ തല്ലുവല്ലടാ. നിനക്ക് എന്നെ അറിയില്ല. ഹലോ മോളെ, എന്താ അച്ഛാ വിളിച്ചത്? പുഷ്പേട്ടനെ പറ്റി എന്തെങ്കിലും വിവരം കിട്ടിയാ? വിവരമൊന്നും കിട്ടിയില്ല. അവനെ കാണാനില്ലെന്നും പറഞ്ഞു പത്രത്തിൽ പരസ്യം കൊടുത്തത് മോളാണോ? ഞാനാ അച്ഛാ കൊടുത്തേ. പോലീസുകാർ പറഞ്ഞു കൊടുക്കാൻ. ഈ പാരിതോഷികം എന്നൊക്കെ പറയുമ്പോ എത്രയാണ്? ഒരു 10,000 രൂപ കൊടുക്കണം. എന്തായാലും വേണ്ടൂല. പുഷ്പേട്ടനൊന്ന് കണ്ടു കിട്ടിയാ മതിയായിരുന്നു. 10,000 രൂപയാ? 10,000 രൂപ കൊടുത്ത് കണ്ടുപിടിക്കാൻ ഇവനായി കൊച്ചിരാജാവിന്റെ കൊച്ചുമോനാ? അച്ഛാ ഇത് പറയാനാ രാവിലെ വിളിച്ചത്? കൊച്ചി രാജാവിന്റെ കൊച്ചുമോനൊന്നും അല്ല, എന്റെ കൊച്ചിന്റെ അച്ഛനാ. മോളെ, ഹലോ ഹലോ. ഹലോ ഹലോ. ഹലോ. അല്ലെങ്കിൽ രാത്രി മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ രാവിലെയും തുടങ്ങിയോ? ഹലോ ചേച്ചി, ഞാൻ തെറി വിളിക്കല്ലേ, ഇവിടെ റേഞ്ച് കുറവാണ്, അതാണ് കട്ടായി പോണത്. ആ എന്താ കാര്യം? ചേച്ചി, പത്രത്തിൽ ഒരാളിനെ കാണാനില്ലെന്നും പറഞ്ഞൊരു പരസ്യം കൊടുത്തായിരുന്ന? ആ കൊടുത്തിരുന്നു. പുഷ്പൻ ചേട്ടൻ കണ്ടു കിട്ടിയോ? അതെ, ഞാൻ കണ്ടു ചേച്ചി. അയാൾ എവിടെ ഉണ്ടെന്ന് വരെ എനിക്കറിയാം ചേച്ചി. ദൈവമേ, എന്തെങ്കിലും അപകടം പറ്റിയോ എന്റെ പുഷ്പൻ ചേട്ടന്? എവിടെ കണ്ടേ? നിങ്ങൾ എവിടെന്നാ വിളിക്കുന്നേ? അതൊക്കെ അവിടെ നിൽക്കട്ടെ ചേച്ചി. അപ്പൊ ആദ്യം നമുക്ക് ആ കിട്ടണമെങ്കിൽ ക്യാഷ് അവാർഡ് തരാന്ന് പറഞ്ഞില്ലേ, നമുക്ക് ആ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താം. ക്യാഷ് അവാർഡോ? ആ 10,000 രൂപ. എന്തെങ്കിലും അപകടം പറ്റിയോ പറ. അതൊക്കെ പറയാം. 10,000 രൂപ കുറവാണ് ചേച്ചി. നമുക്ക് റൗണ്ട് ചെയ്തൊരു 25,000 രൂപ ആക്കിയാലോ? നീ എന്താ വില പേശുവാണോ? ചേച്ചി പേടിക്കണ്ട, ഒരു 5,000 രൂപ ആദ്യം എനിക്ക് ഗൂഗിൾ പേ ചെയ്ത് തന്നാൽ മതി. ബാക്കി 20,000 രൂപ ചേച്ചി എനിക്ക് തവണകളായിട്ട് തന്നാൽ മതി. എന്റെ പുഷ്പൻ ചേട്ടനെ കാണാത്തത് കൊണ്ട് പോലീസുകാർ പറഞ്ഞിട്ടാ ഞാൻ പത്രത്തിൽ പരസ്യം കൊടുത്തത്, അല്ലാതെ ഇൻസ്റ്റാൾമെന്റിന് TV വാങ്ങാനല്ല. അല്ല ചേച്ചി, ഞാൻ ഒരു ഓഫർ പറഞ്ഞതാണ്. ചേച്ചി എവിടെയെങ്കിലും ഞാൻ പറയുന്നത് ഒരു കല്ലടി കൊണ്ട് പൈസ വെച്ചാൽ മതി, അവിടെ ഞാൻ പോയെടുത്തോളാം. ആരെടാ നാറി നീ? എവിടെന്നാ പട്ടി നീ വിളിക്കുന്നേ? പറയടാ. പറയാൻ വില പേശുന്ന എന്റെ പുഷ്പൻ ചേട്ടനെ വെച്ച് നിനക്ക് പോലീസുകാരുടെ 2 കിട്ടണം. ശരിയാക്കി തരാടാ. അങ്ങനെ അത് തേഞ്ഞൊട്ടി.